എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചമാങ്ങ മോരുകറിയാണ്. ഒരു തവണ ഇതുപോലൊരു മോരുകറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റായിട്ട് ഇത് മാറും. എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ടൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പളവിൽ തേങ്ങ ചിരവിയതാണ്. ഇനി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരു അരക്കപ്പളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഏത് കടായി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ 7 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കരുത്. ചതച്ച ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയുടെ കളറൊന്നും മാറണമെന്നില്ല. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ ഇത് ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കൂടി. പിന്നെ നമുക്ക് അല്പം മല്ലിയിലയും കൂടി. മല്ലിയിലക്ക് പകരം നമുക്ക് കറിവേപ്പില ചേർക്കണമെന്നുള്ളവർക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഇനി 2 പിഞ്ചളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ വറ്റൽമുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ലൈറ്റായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനി തിളക്കാൻ വേണ്ടി പാടില്ല. തിളക്കാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ പച്ചമാങ്ങ മോരുകറി നന്നായിട്ടിങ്ങനെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. തിളക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജാണ്. ഒരല്പസമയം കൂടി കഴിഞ്ഞാൽ ഇത് തിളച്ചു തുടങ്ങും. അങ്ങനെ വേണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ അരക്കപ്പളവിൽ തൈര് കൂടിയാണ്. അധികം പുളിയുള്ള തൈര് എടുക്കരുത്. കാരണം നമ്മുടെ പച്ചമാങ്ങയ്ക്കും ഇച്ചിരി പുളിപ്പുണ്ടാകും. അതിൻ്റെ പേരിൽ നല്ല പുളിയുള്ള തൈര് എടുക്കരുത്. ചെറിയ പുളിയുള്ള തൈര് മതിയാകും. ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. തൈരും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. തൈരും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാകും. തിളപ്പിക്കരുത്. നമ്മുടെ ഈ പച്ചമാങ്ങ മോരുകറിയുടെ ഈ ഒരു കളറ് ഈ ഒരു രീതിക്കാണ് ഉള്ളത്. കുറച്ചുകൂടി മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് താളിക്കുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കാത്തത് ആ വറ്റൽമുളകിലുള്ള ഈ ഒരു ലൈറ്റ് കളർ മാത്രം മതിയെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മോരുകറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു മോരുകറി മാത്രം മതിയാകും. വേറെയൊന്നും സൈഡായിട്ട് പ്രത്യേകിച്ച് ആവശ്യമില്ല. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണല്ലോ. എല്ലാവരും ഇതുപോലൊരു മോരുകറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.